ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ മല്ലു സ്റ്റോം. നമ്മൾ ഇന്ന് മലമേൽപ്പാറയിലോട്ടുള്ള യാത്രയിലാണ് സുഹൃത്തുക്കളെ. നിങ്ങളെന്തായാലും ആ ഫസ്റ്റ് പോർഷൻ ഒന്ന് കണ്ടിട്ട് വാ. ഞാൻ വീഡിയോ തുടങ്ങിയ സ്ഥലം. അയ്യോ, രാത്രി 11 മണിക്ക് തോന്നിയ ഒരാഗ്രഹമോ മലമേൽപ്പാറയിലൊന്ന് പോകണം. എങ്കിൽ പിന്നെ വിചാരിച്ച് ക്യാമറയും കൂടി എടുത്ത് സെറ്റ് ചെയ്യാം. ഏകദേശം 100 ദിവസത്തിനകത്താവുന്നു ഞാൻ എൻ്റെ ചാനലിലൊരു വീഡിയോ ഇട്ടിട്ട്, അല്ലേ? 100 ദിവസമാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഒരു മിനിറ്റ്, ഇപ്പം നമുക്കറിയാം. എവിടെ? വൈറ്റി സ്റ്റുഡിയോ. അപ്പം 93 ദിവസം 11 മണിക്കൂർ. ഹൈ, വരൂ മകനെ വരൂ. നോ കം. ജോലിക്ക് കൊണ്ട് ചെറുക്കാനാ, ജോലിക്കും പോകുന്നില്ല, ലീവും. രാത്രി തന്നെ 11 മണിക്ക് തോന്നിയ പ്ലാനിൽ വെളുപ്പിലെങ്കിൽ പോയേക്കാന്ന് തീരുമാനിച്ചു. ഏകദേശം 90 ദിവസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു യാത്ര തിരിക്കുക. വലിയ ദൂരമൊന്നുമില്ല, നമ്മുടെ അടുത്ത് തന്നെ മലമേൽപ്പാറയിലാണ് പോകുന്നത്. കാര്യം ഇനിയെങ്കിലും എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി കുറച്ച് നേരം സമാധാനമായിട്ടിരുന്നില്ലെന്നുണ്ടെങ്കിൽ പ്രാന്താവും എന്ന തീരുമാനമാണ് ഞങ്ങളെ ഇതിലേക്ക് വീണ്ടും എത്തിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ വീഡിയോ എടുത്തേക്കാം. നീ എന്തിനാ ഈ വണ്ടിക്ക് വലം വെക്കുന്നത്? ഒരു തേങ്ങയും കൂടി ഉടക്കണമെങ്കിൽ രാവിലെ വണ്ടിക്ക് വല. പിന്നെ ഒരു മെയിൻ സാധനം പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട് ഇതുവരെ, പിന്നെ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാവുന്നതാണ്. എൻ്റെ ഹാൻഡിൽ ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതിനനുസരിച്ച് വണ്ടിയുടെ മീറ്റർ ഓഫ് ആവുന്നുണ്ട്. അപ്പം നമുക്ക് യാത്രയാവാം. കണ്ടോ മീറ്റർ ഓഫ് ആവുന്ന? കണ്ടാ, ഇത് ഒരു വൻ വിഷയമാണ്. വയറിംഗ് കിറ്റ് മാറണം എന്നാണ് എനിക്ക് ഷോറൂമിൽ നിന്ന് തന്ന അപ്ഡേഷൻ. ഇപ്പോൾ വാറൻറ്റിക്ക് അയച്ചിട്ടുണ്ട്. ഏകദേശം 15 ദിവസത്തിനകത്ത് മാറിത്തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 7 ദിവസത്തോളമായി. അപ്പോൾ അവിടുന്ന് സാധനം പാക്കായിട്ടുണ്ട് എന്നൊരു അറിവും കൂടി കിട്ടിയിട്ടുമുണ്ട്. എന്തായാലും അത് നല്ലൊരു പണിയാണ്. കാര്യം വണ്ടി എടുത്തിട്ട് അതിനു വേണ്ടി സമയമായില്ല. ഏകദേശം 7 മാസത്തിനകത്തേ ആവുന്നുള്ളൂ ഞാൻ വണ്ടി എടുത്തിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്ന സ്ഥിതിക്ക് ഒരു സങ്കടമുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടിയാണ്, കംപ്ലൈൻറ്റുകൾ വരാം. വലിയ വലിയ പണികളിലേക്ക് വരാതിരുന്നാൽ കൊള്ളാം. ഓക്കെ, എല്ലാവരും അത് കണ്ടിട്ട് വന്നു എന്ന് കരുതുന്നു. ഇപ്പം നമ്മൾ നിലവിലുള്ളത് കുളക്കടയിലാണ്. എൻ്റെ വീഡിയോ എന്താ പറയുക, കുറച്ചെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ കുളക്കടയുള്ളവരാണ്. അപ്പം നമ്മുടെ അടുത്ത് കുളക്കടയിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 16-17 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് മലമേൽപ്പാറ. നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് തടിക്കാട് പോകുന്ന റൂട്ടാണ് നമ്മൾ ഈ പറയുന്ന സ്പോട്ട് വരുന്നത്. എന്തായാലും രാവിലെ ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടി അങ്ങ് ഇറങ്ങി. നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഏകദേശം 90 ദിവസത്തിന് മുകളിലായി ഒരു വീഡിയോ ഇട്ടിട്ട്, ആ വീഡിയോ പോലെ തന്നെ ലാസ്റ്റ് വണ്ടി എടുത്തോണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും പോകാനായിട്ട് ഇറങ്ങിയിട്ട് ഏകദേശം 100 ദിവസത്തിനകത്താവും. ഇനി നമ്മളെ കൊണ്ട് പറ്റില്ല ഗായ്സ്, എന്ത് ചെയ്യും? രാവിലെ ജോലി ഒരു സൈക്കിള് പോലെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ എണ്ണിക്കുന്നു, കുളിക്കുന്നു, കഴിക്കുന്നു, ഓഫീസിൽ പോകുന്നു, വൈകിട്ട് വരുന്നു, കുളിക്കുന്നു, കുറേ നേരം റീല് കാണുന്നു, വീണ്ടും കിടക്കുന്നു, വീണ്ടും രാവിലെ ആവുന്നു. ഈ ഒരു സൈക്കിള് പോലെ തന്നെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം പ്രാന്തായി. ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ ചെറിയൊരു ഫോൺ സംഭാഷണമാണ് ഇന്ന് രാവിലെ ഞങ്ങളിപ്പോൾ ഈ വണ്ടിയായിട്ട് ഈ പറയുന്ന മലമേൽപ്പാറയിലോട്ട് പോകാനുള്ള പ്ലാൻ ആരംഭിച്ചത് തന്നെ. അങ്ങനെ എന്തായാലും നമ്മൾ ഏകദേശം കൊട്ടാരക്കര എത്തിയിരിക്കുകയാണ്. രാവിലെ ഞാനിവിടെ മാമന്മാർ കാണും എന്നാണ് കരുതിയത്. പക്ഷെ രാവിലെ എന്തായാലും മാമന്മാർ ഇവിടെ ഇല്ല.
ഓക്കെ, നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ്, ഇതുവരെ കൊട്ടാരക്കര ഉണ്ടായിട്ട് പോലും പോയിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ കുളക്കടയിൽ നിന്ന് കലവൂരം വഴി കൊട്ടാരക്കര എത്തി. കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം റോഡ് എൻട്രി ആവുക. തിരുവനന്തപുരം റോഡ് എൻട്രി ആയിട്ട് നമ്മൾ ഒരു സ്ട്രെച്ച് ഫ്രണ്ടിലോട്ട്, ഏകദേശം തിരുവനന്തപുരം സ്ട്രെച്ച് നമ്മൾ ഒരു സ്ട്രെച്ച് കുറച്ച് ദൂരം നമ്മൾ ട്രാവൽ ചെയ്യണം. എൻ്റെ വർക്കിംഗ് പ്ലേസിലൊന്നും നോക്കിയിട്ട് പാല്ലേ ആരാ ഉള്ളേന്ന്. രാവിലെ ഉറക്കമായിരിക്കും, കള്ള സോമനായിരിക്കും ഇരുന്ന് ഉറങ്ങുന്നത്. നോക്കുന്നുണ്ട് എന്തോ പരിപാടി രാവിലെ. ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയതാ രാവിലെ, മലമേൽപ്പാറ വരെ ഒന്ന് പോവാന്ന് കരുതി. അല്ല ഇപ്പൊ പോവാ. സോമണ്ണൻ വന്നില്ലയോ? ഇല്ല, പറഞ്ഞോ. 8 മണിയായിട്ട് വരത്തുള്ളൂ. മുതലാളി വന്നോ? മുതലാളി വന്നോ? ഹലോ ഹലോ, എന്ത് വണ്ടിയൊക്കെ കുറവുണ്ടല്ലോ, എടുത്ത് വിറ്റാ നിങ്ങള്. ശരി, അതാ നിങ്ങളോ ചെയ്യുന്നില്ല, ഞാനെങ്കിലും വിക്കട്ടെന്ന്. പോയിട്ട് വരുമ്പോ കാണാം. അല്ല, ഞാനിപ്പോ കുറച്ച് കഴിയുമ്പോ വരുമെന്നോ. ശരിയെന്നാ. അങ്ങനെ ഏകദേശം നമ്മൾ ഇവിടെ നമ്മുടെ വാളകം എത്താറായിട്ടുണ്ട്. വാളകത്തുനിന്ന് ലെഫ്റ്റാണ് കയറേണ്ടത്. ഏകദേശം നമ്മുടെ കോക്കാട് പോകുന്നൊക്കെ റൂട്ട്, തടിക്കാട് പോകുന്ന റൂട്ടാണ് നമ്മൾ കയറേണ്ടത്. അതുവഴി നമുക്ക് അഞ്ചപ്പ ആ റൂട്ടാണ് നമുക്ക് കയറേണ്ടത്. അപ്പം നമ്മൾ കണ്ട് നമ്മുടെ വാളകത്തുള്ള ഹോസ്പിറ്റൽ ക്രോസ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ടേണിംഗ് ഉണ്ട്. യെസ്, രാവിലെ ആംബുലൻസ് പോകുന്നു. കണ്ട് ഈ ടേണിംഗ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഈ ലെഫ്റ്റാണ് നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 4 കിലോമീറ്റർ. അങ്ങനെ ഈ ലെഫ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ, നമ്മൾ അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 400-500 മീറ്റർ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഇവിടുന്ന് റൈറ്റ്. ഹമ്പ് പുറയിൽ ആളുണ്ട്, എല്ലാവരും എണ്ണിച്ചെന്നങ്ങ് പോയായിരുന്നു. ചേടാ, നീ പുറയിലുണ്ടായിട്ട് എല്ലാവരും എണ്ണിച്ചെന്നങ്ങ് പോയേന്. നമുക്ക് പണ്ട് ഈ ഹമ്പും കട്ടറൊന്നും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമല്ല. ബ്രേക്ക് എന്തിനാണ് പിടിക്കുന്നതെന്നാണ് വണ്ടി എന്നോട് തിരിച്ചു പോയിക്കുന്നത്. എന്തിനാ മുതലാളി ബ്രേക്ക് പിടിക്കുന്നേ എന്നാണ് വണ്ടി എന്നോട് തിരിച്ചു പോയിക്കുന്നത്. മുതലാളി അതിനല്ലേ എന്നെ വാങ്ങിച്ചത്. ഓക്കെ, എന്തായാലും നമ്മൾ അവിടുന്ന് തിരിഞ്ഞു, അവിടുന്ന് വീണ്ടും ലെഫ്റ്റ് എടുത്തു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം 2-2.5 കിലോമീറ്ററിനകത്തുള്ള യാത്രയേ ഉള്ളൂ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ വന്നു, നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇതാണ്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടുന്ന് അമ്പലത്തിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ മെയിൻ കാര്യം പറയാൻ മറന്നുപോയി. ഈ മലമേൽപ്പാറ വരുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്താണ് കേട്ടോ, ഒരു അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. നീ ഉണർന്നാ? രാവിലെ വണ്ടിയെ കയറി ഇരുന്ന് ഉറങ്ങുക അവൻ. യെസ്, ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ സറൗണ്ട് വരുന്നത് കേട്ടോ. രാവിലെ അമ്പലത്തിൽ ആളുണ്ടാ, അമ്പലത്തിലും ആളുണ്ട്. ഒരു സത്യസന്ധമായ കാര്യം പറഞ്ഞാൽ രാവിലെ കുളിച്ചില്ല, കുളിച്ചായിരുന്നു അമ്പലത്തിൽ കയറായിരുന്നു. ഓക്കേ, അങ്ങനെ നമ്മൾ നമ്മുടെ മലമേൽപ്പാറയിലെത്തിയിരിക്കുകയാണ്. കയറ്റി വിടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിൻ്റെയോ? ഓക്കെ, വണ്ടി നമുക്കിവിടെ പ്രതിഷ്ഠിക്കാം. പ്രതിഷ്ഠിച്ചിട്ട് നോക്കാം. കണ്ടോ, എന്തായാലും നമുക്ക് ടിക്കറ്റ്, നമ്മുടെ പാസ് കിട്ടിയിട്ടുണ്ട്.
ഇവിടെ വെയിലില്ലാതെ ഒരു ദിവസം വന്നിരിക്കണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഞാനിപ്പോൾ നിറവേറ്റാൻ പോകുന്നത്. ഇവിടെ ഈ ഇരിപ്പിടത്തിൽ വെയിലില്ലാതിരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. യെസ്, എൻ്റെ മോനെ. പക്ഷേ എന്തെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു സുഖമുണ്ടല്ലോ ഇവിടെ ഒന്ന് നേരിട്ടിരുന്ന്, ആ ഒരു സുഖമൊന്നും ക്യാമറയിൽ കിട്ടൂല. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോ ആരംഭിക്കാം അല്ലേ? യെസ്, അതുകൊണ്ട് ദൂരത്തായി മലമേൽപ്പാറയുടെ ബോർഡ് കാണുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഹെൽമെറ്റിൽ നിന്ന് ക്യാമറ എൻ്റെ സ്റ്റിക്കിലേക്കൊന്ന് മാറ്റിക്കോട്ടെ. കൊള്ളാം, ഓക്കെ. ഷോപ്പിൽ പോയിട്ട് നോക്കിയിട്ട് വരാം. വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. കോട നോക്ക് എൻ്റെ മോനെ. ദോണ്ടാ, നീ നോക്കടാ, ഇത് കണ്ണി കുരുവാടാ നിന്റെ. അത് ഇനി എൻ്റെ കണ്ണാടിക്കകത്ത് പോകുമല്ലോ. അത് നീലങ്ങോട്ട് നീ തോല്ല അത് കണ്ടോ? ഇത്ര ഇതുപോലെ വൃത്തികെട്ടവനെയാണല്ലോ ഞാൻ എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്നത് ആലോചിക്കുന്നത്. എടാ, നമുക്ക് ഇങ്ങനെയൊക്കെ ആസ്വദിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് വാഗമണ്ണോ പൊൻവെടി പോലും പൊന്മുടിയോ എവിടെങ്കിലുമൊക്കെ പോകണം. നീ രാവിലെ വന്ന് ചുമ്മാ നമുക്ക് അവിടെ പിന്നപ്പം നമുക്കിനി നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് പോകാം. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലായിരിക്കും, കാണാൻ പറ്റൂല. കാണാൻ പറ്റൂല എന്നല്ല, നിന്ന് പൊള്ളി ഒരു വഴിയാവും. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. നമ്മൾ പണ്ട് മറ്റേ ഇവിടെ പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. രാജാത്തോട്ടവും അതേപോലെ തന്നെ നമ്മുടെ കൊടുക്കത്തുപാറയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വലിയ നടത്തമായിട്ടൊന്നുമില്ല കേട്ടോ. കൂടെ വന്ന് അപമാനിക്കുക രാവിലെ. അമ്മേ, കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് ചറുക്കിയായിരുന്നു. അതിനുശേഷം ചാടിയോ ഇടിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കേ, വലിയ രീതിയിലുള്ള ഫോൺ അവൻ്റെ കയ്യിലാണെന്നില്ല. ഫോൺ തപ്പുക ഗൈസ്. ഞാൻ സൂര്യൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് വെയിലാകുന്നുണ്ട്. രാവിലെ ഞാൻ പ്രതീക്ഷിച്ച പോലെ വലിയ ആളൊന്നുമില്ല. നമ്മൾ വിചാരിച്ചത് 8 മണിക്ക് ഓപ്പൺ ആവത്തുള്ളൂ എന്നാണല്ലോ നമ്മൾ അറിഞ്ഞത്. പക്ഷേ രാവിലെ 6 മണി തൊട്ട് ഓപ്പണുണ്ട്. ഒരു ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ക്യാമറയും കൊണ്ട് ഈ പാറ കയറുന്നത് ഒരു ടാസ്ക്കാണ്. പുറകെ വെക്കാം. നമ്മളിപ്പം നാടുകാണിപ്പാറയിലേക്കാണ് കയറുന്നത്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. വിഷയമാണ്. അന്ന് വന്നപ്പോൾ ഇത്രയും പൊക്കമില്ലായിരുന്നു. ഉള്ള പാറയും മലയും മൊത്തം കയറി വലിയ അണപ്പൊന്നുമില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അടച്ച് ഒരു വഴിയായേനെ. ദേ നോക്കൂ, എന്തുവാടാ ചെരിപ്പൂരി കടന്നിട്ട് പോരുന്നല്ലേ. വരും മകനെ, കടന്നു വരും. ഞാൻ ഒരു ഉന്മേഷം കണ്ടു. എളുപ്പം ഷൂട്ടിങ് തീർത്തിട്ട് പൊറോട്ട തിന്നാൻ പാനല്ലേ. ഇല്ലടാ, വലിയ അണപ്പൊന്നുമില്ല. മറ്റേത് എന്തുവായിരുന്നപ്പാ. എന്തായാലും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും കൊടുക്കുത്തിപ്പാറയ്ക്ക് ശേഷം ഈ ഒരു സാധനം കാണുന്നത് ഞാൻ ഇവിടെ ആകട്ടോ. എന്തായാലും വെച്ചിട്ടുണ്ടല്ലോ, സന്തോഷം. വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ വെച്ചാൽ പോലും ഇടാറില്ല, ഇടുന്നുണ്ടല്ലോ.
ആ ഒരു കാര്യത്തിൽ നമ്മൾ ഇവിടെ വരുന്ന നമ്മുടെ യൂത്തായിട്ടുള്ള കുട്ടികളെ നമ്മൾ അംഗീകരിക്കണം ഗൈസ്. ഉരുണ്ട കാണാൻ പോകുന്നുണ്ട്. പക്ഷേ രാവിലെ ഉള്ള കാര്യം പറയാമല്ലോ, ഇതുപോലുള്ള സ്ഥലത്ത് വരുമ്പം വേറെ എല്ലാം മൈൻഡിൽ നിന്ന് പോയിട്ട് കുറച്ച് ഫ്രീ മൈൻഡായിട്ടിരിക്കുക. ആ അമ്പലത്തിലെ പാട്ട് ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടോ? രാവിലെ മലമേൽപ്പാറ വരെ പോകണം എന്ന് ഇന്നലെ തീരുമാനിച്ചപ്പം ഞാൻ വിചാരിച്ചു ശരി എന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്യാം, എന്തായാലും പോവല്ലേ, ആ ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു. കിടിലം. ഇതല്ല, ഇനി അവിടുത്തെ പാറയും കൂടി നമ്മളൊന്ന് എന്തുവാടാ ഞാൻ അറിയാതെ പുറമേന്ന് ഷൂട്ട് ചെയ്യുക. ഇനി അവിടുത്തെ പാറയും കൂടി ഉണ്ട്, മെയിൻ വ്യൂ. നമുക്ക് അവിടെ എന്തായാലും പോയിട്ട് വരാം ഗൈസ്. അതുപോലെ തന്നെ അതുകൊണ്ട് ഇല്ല പറയില്ലേ, അവിടെ നിന്നാലും നമുക്ക് ആ ഒരു സൈഡിലെ വ്യൂസ് കാണാൻ പറ്റും. പക്ഷേ ടോപ്പിൽ നിന്നാലും നമുക്ക് ആ ഒരു സൈഡ് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇവിടുത്തതിനെക്കാട്ടിലും ഈ ഒരു പോർഷനെക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടി വ്യൂവും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടി ഒന്ന് തോന്നുന്നതാണ്ട് ഈ സൈഡിലായിട്ടായിരിക്കും. എന്തായാലും നമുക്ക് മേളിലും കൂടി ഒന്ന് പോയിട്ട് നോക്കാം. അല്ല, ഈ ഒരു ഗ്യാപ്പ് സൂക്ഷിച്ച് കാരണം ഓഹോ ശരീരം ഒരേയും വരുന്ന സമയത്തെല്ലാം വിചാരിക്കടാ ഒരു ദിവസം രാവിലെ വരണം. ഇതുവരെ ഇവിടെ രാവിലെ വന്നിട്ടില്ലല്ലോ. ഉയർന്ന് വാ മകനെ, ഫോൺ താഴെ കളയല്ലേ, ഇടുക്കിലൊക്കെ പോയാൽ പിന്നെ കിട്ടത്തില്ല. പക്ഷേ എനിക്കിവിടെ കയറുമ്പോഴേ ഈ ഗ്യാപ്പ് എനിക്ക് കയറുമ്പോൾ ഫീൽ ചെയ്യുന്ന എവിടെയാണെന്നറിയാവോ? എടാ നമ്മുടെ കുടുക്കുത്തി പറയുന്നല്ലോ പോപ്പേ, നമ്മുടെ ഇവിടെ പട്ടാഴി. എടാ പട്ടാഴി മഞ്ഞളപ്പാറയില്ലേ, ആ വള്ളിയുടെയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ കയറുന്നൊരു ഫീലാണ്. നല്ല രസമാണ്. എന്താ നീയല്ലോ നേരത്തെ തന്നെ കളിയാക്കിയത്, അങ്ങോട്ട് നോക്കടാ, കണ്ടോ നമ്മുടെ അടുത്തില്ലെന്നല്ലേ ഉള്ളൂ, ദൂരെ നമുക്ക് കാണാൻ പറ്റുമല്ലോ കൂടെ. കുടുക്കുത്തിപ്പാറ ഓടാ, ഇവിടെ നിന്നാൽ എങ്ങനെയാ കുടുക്കുത്തിപ്പാറ കാണുന്നത്? അല്ല ശരിയാ, പറയാൻ പറ്റത്തില്ല. എവിടെ ഇവിടുന്ന് 6 കിലോമീറ്റർ ഒന്നും അല്ല കുടുക്കുത്തിപ്പാറ. എന്തി? ഓ മൈ ഗാഡ്, അത് കുടുക്കുത്തിപ്പാറയാണോ? പോടാ, അത്രയും ദൂരമല്ലേ ഉള്ളൂടാ. എടാ ഇവിടുന്ന് 6 കിലോമീറ്റർ ഒന്നും അല്ല കുടുക്കുത്തിപ്പാറ, നമ്മൾ തടിക്കാടായതേ ഉള്ളൂ. കുടുക്കുത്തിപ്പാറ എവിടാ? പക്ഷെ ഒരു കാര്യമാണ്, കുടുക്കുത്തിപ്പാറയുടെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം 4 ജില്ലകൾ കാണാൻ പറ്റുമെന്നല്ലേ പറയുന്നേ. അപ്പോൾ പറയാൻ പറ്റത്തില്ല, കുടുക്കുത്തിപ്പാറ ആയിരിക്കും അത്. പക്ഷെ ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല. അത് ശരിയാ, ഇത്ര വലിയ കല്ല് വേറെക്കും ഇല്ല. അല്ലടാ, ഒരിക്കലും ഗോപ്രോയിൽ ആ വിഷ്വൽസ് കിട്ടത്തില്ല. ആ വെളിച്ചം കാണുന്നില്ലേ, അതിൻ്റെ ഇവിടെ ഒരു മലയുണ്ട്, ആ മലയിലാണ് കുടുക്കുത്തിപ്പാറ ഉള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഡീറ്റെയിൽ ആയിട്ട് കുടുക്കുത്തിപ്പാറയെ കുറിച്ച് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തന്നതാണ്. അളിയ രാവിലെ ആരും വരില്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. എടാ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് കോളേജ് പിള്ളേരാണ്, അല്ലാതെ പിള്ളേർ സെറ്റ് ഇവിടെ വരുന്നത് ഭയങ്കര കുറവാണ്. വാ, ഉള്ള കാര്യം പറയാമല്ലോ, ഇതിൻ്റെ മണ്ടയ്ക്ക് മരം കാണുമ്പോൾ ഒരു സന്തോഷം. എങ്ങനെ വളർന്നടാ നീ ഇതിനകത്ത്? ഒറ്റയ്ക്ക് വന്നവനാടാ ഞാൻ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ കളിയാക്കത്തോടാ പട്ടികളെ. എൻ്റെ പോലെ അതുകൊണ്ട് അതുപോലെ ഒരാളും കൂടി ഉണ്ട്. ഇതോടെ ഒന്നല്ല 2 പേര് കൂടി ഉണ്ട്. അതിന് അങ്ങനെ ഒരു ടോക്ക്. എടാ ചെറിയ തെറ്റലുണ്ട്, സൂക്ഷിച്ചോണേ, വെള്ളമായി കിടക്കുന്നതിൻ്റെ. ഓക്കെ ഗൈസ്, എന്തായാലും അടുത്ത് മാസങ്ങൾക്ക് ശേഷമായിരിക്കും, എന്നാലും അടുത്ത് ഒരു വീഡിയോ ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ബൈക്കിൻ്റെ ഒരു കാര്യമായിട്ട് കാണുന്നവരെ ബൈ. Yeah boy.